യുവനടി റിനി ആൻഡ് ജോർജ് ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ്. വലിയ യുവജന പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നടന്നത്. ഡിവൈഎഫ്ഐ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. നമ്മളോടൊപ്പം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജിൻ MLA ചേരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒരു ഗത്യന്തരമില്ലാതെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ജനപ്രതിനിധിയായി അദ്ദേഹത്തിന് തുടരാനുള്ള ധാർമ്മികമായ അധികാരമുണ്ടോ? അല്ല, വളരെ ഗൗരവമായ ആരോപണമാണ് ഇന്നലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നത്. ഇന്ന് രാവിലെയോടുകൂടി മാധ്യമങ്ങളിൽ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തു വരികയുണ്ടായി. ഇന്നലെ പേര് പോലും പരാമർശിക്കാതെയാണ്, എന്നാൽ സൂചനകൾ കൃത്യമായി വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തക നടത്തിയിട്ടുള്ള അഭിമുഖം നാം കണ്ടു. അതിനെ തുടർന്ന് വന്ന വളരെ ഗൗരവമായ ഭാഗങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യനാവുന്ന നിലയിലേക്ക് ഒരുപക്ഷെ ഒരു ജനപ്രതി എന്ന നിലയിൽ പോലും തുടരാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് തന്നെ പ്രചരിപ്പിക്കാൻ പറ്റാത്ത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ വരികയാണ്. അതിന് നിർബന്ധിക്കുന്ന ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മാധ്യമങ്ങളിൽ വരികയാണ്. ജനപ്രതിനിധിയായി പോലും തുടരാൻ പറ്റാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ. കാരണം ഇതിൽ വളരെ ഗൗരവമായി കാണേണ്ടത് ഒരു പെൺകുട്ടിക്ക്, ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വളരെ ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനകത്ത് നിൽക്കുന്ന മറ്റു ഭാഗങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ ചില നേതാക്കന്മാർ അവർ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഭാഗം പ്രതിപക്ഷ നേതാവ് പ്രതിതുല്യനായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഒടുവിൽ ഈ വിഷയങ്ങൾ ആ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ച് പരാജിതനായി ഇതൊന്നും നടപടിയെടുക്കില്ലെന്ന് കണ്ടപ്പോൾ പൊതുസമൂഹത്തോട് മാധ്യമങ്ങളോട് അവതരിപ്പിക്കേണ്ടി വരുന്നത് എത്രമാത്രം ഗൗരവമാണ്. ഇത് കോൺഗ്രസ് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമില്ല. ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് പ്രതിതുല്യൻ അച്ഛനാണ് എന്നാണ് പറഞ്ഞത് പെൺകുട്ടി. സ്വാഭാവികമായിട്ടും ഒരു മാനസിക സംഘർഷം ഉണ്ടായാൽ ആദ്യം പറയുന്ന കൂട്ടത്തിൽ അമ്മയും അച്ഛനും ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പോൾ പിതൃതുല്യനായ നേതാവിനോട് പറഞ്ഞിട്ട് നടപടിയില്ല. പലരോടും പറഞ്ഞു. ആ പെൺകുട്ടി തന്നെ തൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞത്, ഞാൻ പലരോടും പറഞ്ഞു, ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പിടിച്ച് അവൻ്റെ മേന്മയാണ് എന്ന് പോലും പറഞ്ഞ നേതാക്കന്മാരുണ്ട്. അതെല്ലാം വലിയ അന്വേഷണത്തിൽ വരേണ്ടതാണ്. ആരാണ് ഈ കുട്ടി എന്നെ വളരെ മോശമായ മെസ്സേജിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യുവ MLA യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തുണ്ടായത് അവൻ്റെ കഴിവ് എന്ന് മറുപടി കൊടുക്കുന്ന നേതൃത്വം ഗൗരവത്തിൽ തന്നെ മറുപടി പറയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെക്കണം, നിർബന്ധമായി രാജിവെക്കണം. അത് മാത്രം പോരാ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശക്തമായി മറുപടി പറയേണ്ട ഭാഗങ്ങളുണ്ട്. ആരാണ് ഇത്രയും കാലം സംരക്ഷണം കൊടുത്തത്? 3.5 വർഷം മുന്നേ തന്നെ ഈ പെൺകുട്ടി പരാതിപ്പെട്ടു. അതിനുശേഷം MLA സ്ഥാനം ഉൾപ്പെടെ കൊടുത്ത് ഇത്രയും കാലം സംരക്ഷിച്ചത് ആരാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? ഈ പെൺകുട്ടി പരാതി പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ആ പാർട്ടിയിലെ നേതൃത്വം ആരാണ്? ഇദ്ദേഹത്തെ സംരക്ഷിച്ച നേതൃത്വം ആരാണ്? ഇതൊക്കെ ഇല്ലാതെ ഇതിനകത്ത് നിൽക്കാൻ പറ്റുമെന്ന് മറുപടി കൊടുത്ത നേതൃത്വം ആരാണ്? കോൺഗ്രസ് ഒന്നടങ്കം മറുപടി പറയേണ്ടതുണ്ട്. ഇത്രയും ഗൗരവമായൊരു ആരോപണം ഒരു പെൺകുട്ടി സ്വകാര്യമായി പറഞ്ഞിട്ടും ഇത്തരത്തിലുള്ള രാഹുലിനെ പോലെ നേതാക്കന്മാരെ സംരക്ഷിച്ചു, അവർക്ക് സ്ഥാനങ്ങൾ കൊടുത്തു എന്ന് മാത്രമല്ല, ഇതിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കുറ്റക്കാരനാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കേരള സമൂഹത്തോട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഈ പെൺകുട്ടി ഈ പ്രയാസം പറഞ്ഞ് കേൾക്കാതെ പോയ, പെൺകുട്ടിയോടൊപ്പം നിൽക്കാതിരുന്ന, ഇരക്കൊപ്പം നിൽക്കാതിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും കേരള പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കേണ്ടതുണ്ട്. ഒരു തർക്കമില്ല. അത് അദ്ദേഹം തന്നെ വളരെ മാന്യമായി എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. കോൺഗ്രസ് പാർട്ടി വളരെ ഗൗരവത്തിൽ നിർബന്ധമായി എടുക്കേണ്ട ഒരു തീരുമാനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നത് പോലെ ആയിപ്പോയോ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ സമീപനം? കാരണം അവരോടൊക്കെ ഈ പരാതി പറഞ്ഞിട്ടും മാറ്റി നിർത്താൻ അവർ തയ്യാറായില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കി, MLA ആക്കി, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരു തെറ്റിന് കൂട്ടുനിൽക്കുന്നത് പോലെ ആയിപ്പോയോ? അല്ല, തീർച്ചയായും ഇന്നലെ മാധ്യമപ്രവർത്തകർ നടത്തിയ പത്രസമ്മേളനം മുഴുവനായി ഞാൻ കേട്ടു. മുഴുവനായും കേട്ടതിൽ അവർ ആവർത്തിച്ച് ഒരു വ്യക്തമായി പേരുകൾ പരാമർശിക്കുന്നില്ലെങ്കിലും കേരള സമൂഹത്തിന് വായിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ പേരുകളും ഹൂ കെയർ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇന്ന് പുറത്തു വന്നു, രാജിവെക്കേണ്ടി വന്നു, മറ്റ് നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും, MLA സ്ഥാനവും രാജിവെക്കേണ്ടതുണ്ട്. പക്ഷെ അതിനപ്പുറം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ടുള്ള ശക്തമായ ഭാഷയുണ്ടായിരുന്നില്ലേ ആ പെൺകുട്ടിയുടെ പത്രസമ്മേളനത്തിൽ? പിതൃതുല്യനായ ഒരാൾ ഒരു മകൾക്ക്
കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടുണ്ടോ? വളരെ ഗൗരവമായ ചോദ്യമല്ലേ? ഈ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ RV സ്നേഹ എന്ന സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഒരു ഭാഗം അത് എൻ്റെ കയ്യിലുണ്ട്. അതിൽ അവർ പറയുന്നത് DYFI ആണെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കുമോ എന്നൊരു ചോദ്യം ആ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ RV സ്നേഹ നേതൃത്വത്തോട് ചോദിക്കുകയാണ്. DYFIയിൽ ഇങ്ങനെ നടക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിൽ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, DYFI പ്രവർത്തകരുടെ ഒരു സംഘടനാ രീതിയല്ല ഇത്. രണ്ടാമത്, ഏതെങ്കിലും ഒരു DYFIക്കാരൻ ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സംഘടനയിൽ ഉണ്ടാകില്ല. അത് ഒരു പെൺകുട്ടിക്കും പത്രസമ്മേളനത്തിലൂടെ പറയേണ്ടി വരില്ല, സംഘടനയിൽ ഉണ്ടാകില്ല. ശക്തമായ നടപടി സംഘടനയ്ക്ക് മുന്നിലേക്ക് ആ വിഷയം ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കുന്ന പ്രസ്ഥാനമാണ് DYFI. പക്ഷേ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഇത്തരത്തിലുള്ള പ്രവർത്തകർ നേതൃത്വമുള്ള സംഘടനയല്ല DYFI. ഞങ്ങളുടെ നയോ ഞങ്ങളുടെ നിലപാടോ ഞങ്ങളുടെ സംഘടനാ രീതിയോ ഈ രീതിയിലല്ല. പക്ഷേ ഏതെങ്കിലും DYFIക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി അത് ഘട്ടത്തിൽ തന്നെ ഏറ്റെടുക്കും. ഒരു ബോധ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്ക് വരെ ഉണ്ട് എന്നുള്ളതാണ് അതിലെ കൗതുകം. അല്ല, അതാണ് ആ മെസ്സേജിൽ വായിച്ചെടുക്കേണ്ടത്. ഇത് DYFI ആണെങ്കിൽ എന്നാൽ ആ DYFI എന്ന സംഘടന മെറിറ്റിനെ കുറിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ഇപ്പോൾ ഈ വിഷയത്തിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പെൺകുട്ടി പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകാതെ പ്രമോഷൻ കൊടുത്ത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഇതിന് കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. വളരെ ഗൗരവമായ വിഷയമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ജനപ്രതിനിധിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടു എന്ന് DYFI പറയുമ്പോൾ ശക്തമായ സമരപരിപാടികളും ഉണ്ടാകും. അല്ല, തീർച്ചയായും അതിൻ്റെ സംസ്ഥാന നേതൃത്വം, DYFIയുടെ സംസ്ഥാന നേതൃത്വമൊക്കെ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി പ്രതികരിച്ചു കഴിഞ്ഞു. ധാർമ്മികത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ധാർമ്മികതയിൽ നിന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഈ സ്ത്രീ വിഷയം കൂടി വെച്ച് കൈക്കൊള്ളേണ്ടതുണ്ട്. കോൺഗ്രസ് അതിന് നടപടി എടുക്കേണ്ടതുണ്ട്. എന്തായാലും അതിശക്തമായ സമരങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്നൊരു ആവശ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനപ്രതിനിധിയായി ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ധാർമ്മികമായി ഒരു അവകാശവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് DYFI. ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന് DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ M. വിജിൻ വ്യക്തമാക്കുന്നു. നേരത്തെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം DYFI ഉയർത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. VK സനോജ് ഇക്കാര്യം നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എന്തായാലും ഈ പ്രശ്നം ഗൗരവമുള്ള ഒരു വിഷയമായി, ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറുകയാണ് യൂത്ത് കോൺഗ്രസിൽ. ഈ വിഷയം എങ്ങനെയെങ്കിലും തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.